ശിവഗംഗ. ഇവിടെയാണ് ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും ചെലവഴിച്ചത്. അമ്മയില്ലാത്ത കുട്ടിക്ക് ഉഗ്രരൂപിയായ അച്ഛൻ്റെ ശാസനകളായിരുന്നു എന്നും തോഴൻ. ബ്രിട്ടീഷ് ചിട്ടകളുടെ കടുത്ത ആരാധകനായ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വളർന്ന എനിക്ക് ആ കാലം സമ്മാനിച്ചത് ഏകാന്തതയും സങ്കടങ്ങളുമായിരുന്നു. രാമൻ നായരെ, എവിടെ അപ്പൻ? എണീറ്റില്ലേ അവൻ? നല്ല മഴയല്ലേ, ഉറങ്ങട്ടെ പാവം. മഴയല്ല, പ്രളയം തന്നെ വന്നാലും ഉണരണം 4 മണിക്ക്. തെറ്റിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ് ദിനചര്യ. കൈ നേരെ കൂട്ടിത്തൊഴുത്, തൊട്ടു വന്നിച്ചമർന്ന് വലിഞ്ഞമർന്ന് വലത്ത് നടന്ന് കളരി തൊട്ട് വന്നിച്ച് വലത്തുകാൽ തൂക്കി വലത്ത് കൊണ്ട് നീക്കി ചവിട്ടി, ഇടത്തുകാൽ തൂക്കി ഇടത്ത് കൊണ്ട് നീക്കി ചവിട്ടി. ചുവടുകൾ മിക്കവാറും ഉറച്ചു കഴിഞ്ഞു. ഇനി മേപ്പേറ്റാവാന്നാ വിചാരിക്കണേ. വടകരയെന്ന് ഗുരുക്കളെ ഇവിടെ വരുത്തി ഭക്ഷണവും താമസവും ഏർപ്പാട് ചെയ്ത് അപ്പനെ ഞാൻ കളരി പഠിപ്പിക്കുന്നത് മിക്കവാറും ഉറച്ച അഭ്യാസിയാക്കാനല്ല, പൂർണ്ണം സമ്പൂർണം. അതാണ് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക്. ചുവടുകൾ മുഴുവനും ഉറച്ചു കഴിഞ്ഞു എന്ന് ബോധ്യം വന്നിട്ട് മതി മെയ്പ്പയറ്റ്. കര പോലെ വഴങ്ങണം കടലും. ജലത്തെ ജയിക്കാനുള്ള പാഠങ്ങൾ പരിശീലിപ്പിക്കാൻ ഈയൊരു മാർഗം സ്വീകരിച്ച അച്ഛൻ്റെ ഉള്ളിൽ അതായിരുന്നിരിക്കണം ചിന്ത. ഓരോ തിരുത്തും ഓരോ പീഡനങ്ങൾ. എന്നിട്ടും അച്ഛനെ ഞാൻ വെറുത്തില്ല. സത്യം. കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുത്. തീന്മേശയിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഏറ്റവും പ്രധാനം അതാണെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. വൈക 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 ഇവളെനിക്ക് സമ്മാനിച്ചത് പ്രണയത്തിന്റെ പൂക്കാലമാണ്. വൈകയുടെ ഓരോ നോട്ടങ്ങളും
എന്നിൽ സ്നേഹത്തിന്റെ ഋതുക്കളായി മാറി. അൺബിലീവബിൾ എന്ന് പറയേണ്ടത് സത്യത്തിൽ അപ്പന്റെ ഈ പെർഫോമൻസിനെ കുറിച്ചാണ്. മേനോൻ, നാളെ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് അപ്പൻ മേനോന്റെ അച്ഛൻ എന്ന നിലയിലാവും. ഐ എം ഷുവർ. എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റായിട്ട്? ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഒരു ബോൾ, ടെന്നീസ് ബോൾ. ടെന്നീസ് കളിക്കാത്ത നിനക്കെന്തിനാണ് ടെന്നീസ് ബോൾ എന്നൊരിക്കലും അച്ഛൻ ചോദിച്ചിട്ടില്ല. പിൽക്കാലത്ത് ആരെങ്കിലും ആ ചോദ്യം ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ മറുപടി ഞാൻ ടെന്നീസ് ബോളുകൾക്കൊപ്പം സൂക്ഷിച്ചു വെച്ചു. സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപദേശം കൂടിയേ ഇനി എനിക്ക് തരാനുള്ളൂ. ശക്തനോടെന്നും സൗഹൃദം, സമനോട് ബന്ധുത്വം, ദുർബലന് മേൽ അധീശത്വം. ഈ ലോകത്ത് ഇന്ന് വരെ നടന്നത് ഇതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാനിരിക്കുന്നതും ഇത് തന്നെ. മനസ്സിലാവുണ്ടോ തനിക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ഉവ്വ്. പക്ഷേ ഒരു സംശയം. രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് രോഗത്തെയാണോ രോഗകാരണത്തെ? ചിലപ്പോൾ രോഗത്തെ, മറ്റു ചിലപ്പോൾ കാരണത്തെ. ശ്രുതം, വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ് അത് നിനക്കുണ്ട്. ബാക്കിയെല്ലാം വഴിയെ നീ പഠിക്കും, പഠിപ്പിക്കും. കാലം, ടൈം. താൻ അവിടെ നിന്നേ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ താൻ നേരത്തെ ചിരിച്ചത്? എടോ, രോഗകാരണത്തെ ചികിത്സിക്കാതെ രോഗത്തെ ചികിത്സിക്കുന്നതാ നമ്മുടെയൊക്കെ കുഴപ്പം. രണ്ട് വ്യക്തികൾ തമ്മിലോ വ്യവസ്ഥകൾ തമ്മിലോ ആശയങ്ങൾ തമ്മിലോ വിശ്വാസങ്ങൾ തമ്മിലോ സംഘർഷമുണ്ടാവുമ്പോ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായിപ്പോയനടോ. എനിക്ക് സന്തോഷമായടോ. അവൻ മിടുക്കനാ, താൻ പറയാറുള്ളത് പോലെ മിടുമിടുക്കൻ. നാളെ നീ ഒരു സ്ഥലം വരെ പോണം. പാലക്കലെ അരവിന്ദാക്ഷമേനോന്റെ വീട്ടിലേക്ക്. അയാൾക്കൊരു മോളുണ്ട്, നല്ല കുട്ടി, എല്ലാം കൊണ്ടും നിനക്ക് ചേരും. എന്റെ മരുമോളായിട്ട് ഈ തറവാട്ടിലേക്ക് വരേണ്ടത് ആ കുട്ടിയാണ്. എന്തു പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. വൈക വൈക
ஐயா வாங்க வாங்க. സൗഖ്യമാ? ஆமா ஐயா. പാപ്പം சரி ஐயா. ஐயா എന്നാ பெரிய இறந்து போச்சு. നിങ്ങൾ ഇവിടുന്ന് പോയ ഉടനെ ആയിരുന്നു ഒരു നെഞ്ചുവേദന. പുറംപണിക്ക് വന്നവരാ കണ്ടത്. അപ്പോഴേക്കും என்ன கொடுக்கணும் புரியல. நாங்க എന്താ പേര്? சமூகம். മകളുടെ மக பேரு வந்து മകള് പറയട്ടെ. ഒരാഗ്രഹം മനസ്സിൽ. വൈകയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന്. സംശയിക്കണ്ട, ഇഷ്ടമായിരുന്നു. ഈ മെഡൽ എനിക്ക് സമ്മാനിച്ചത് മുഖ്യമന്ത്രിയാ. ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന്. വൈക, ഈ മെഡലുകളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊന്നുണ്ട്. വാ. ഓരോ വിജയത്തിന്റെയും പിന്നാലെ അച്ഛൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. എന്ത് വേണം നിനക്ക് ഗിഫ്റ്റായിട്ട്? അച്ഛൻ തന്ന ഗിഫ്റ്റാ.
എന്തിനാ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണേ? ഓർമ്മകളാ വൈക, എന്റെ നഷ്ടങ്ങൾ. എനിക്ക് കിട്ടാതെ പോയ പലതും ഈ പന്തുകൾ എന്നെ ഓർമ്മിപ്പിക്കും. അമ്മയില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ. അമ്മ മാത്രമല്ല, സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വൈക, എന്നും. അമ്മ. പക്ഷെ ഇന്ന് മുതൽ അങ്ങനെയല്ല. വൈകയുണ്ട് കൂട്ടിന്. വെറും വൈകയല്ല, വൈക.